ചെറുവത്തൂരിൽ മുസ്ലിം ലീഗ് വനിതാ നേതാവിന്റെ കലാപാഹ്വാന ശ്രമത്തെ രാഷ്ട്രീയ ആയുധമാക്കി CPIM. പള്ളി പൊളിക്കുന്നവരല്ല, പള്ളിക്ക് സംരക്ഷണമൊരുക്കുന്നവരാണ് CPIM പ്രവർത്തകരെന്ന് MV ജയരാജൻ പറഞ്ഞു. സംഭവത്തിൽ വനിതാ നേതാവിന് വീഴ്ച സംഭവിച്ചതായാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. ചെറുവത്തൂർ മടക്കരയിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ CPIM മുസ്ലിം ലീഗ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിനിടെ മുസ്ലിം ലീഗ് വനിതാ നേതാവ് നഫീസത്ത് നാസർ തുരുത്തിയിലെ പള്ളി ആക്രമിച്ചു എന്ന വ്യാജ സന്ദേശം സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവെക്കുകയായിരുന്നു. ശബ്ദ സന്ദേശം വ്യാപകമായി പ്രചരിച്ചതോടെ ഇടപെടലുമായി ജമാഅത്ത് കമ്മിറ്റി നേരിട്ടെത്തി സന്ദേശം വ്യാജമാണെന്നും വ്യക്തത വരുത്തി. പ്രിയമുള്ളവരെ, സംസാരിക്കുന്നത് ചെറുവത്തൂർ തുരുത്തി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MTC റഫീഖ് ഹാജിയാണ്. കഴിഞ്ഞ 13-ാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിൽ വെച്ച് മടക്കരയിലുണ്ടായ സംഘർഷത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ തുരുത്തി ജുമാ മസ്ജിദിന് കല്ലെറിഞ്ഞു എന്നൊക്കെ തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതായി ജമാഅത്ത് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ വാർത്തകൾ പ്രചരിച്ചാൽ സമൂഹത്തിനിടയിൽ മതസ്പർദ്ധ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആ വാർത്ത സൃഷ്ടിച്ചവർ അതിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജമാഅത്ത് കമ്മിറ്റി ഈ സംഭവത്തെ വളരെ അപലപിക്കുകയാണ്. അത്തരം യാതൊരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഇതിനാൽ അറിയിക്കുകയാണ്. വിജയാഹ്ലാദ പ്രകടനത്തിനിടെ CPM മുസ്ലിം ലീഗ് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തെ കലാപമാക്കി തീർക്കുവാനുള്ള ശ്രമമാണ് ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും പള്ളി പൊളിക്കുന്നവരല്ല, പള്ളിക്ക് സംരക്ഷണം നൽകുന്നവരാണ് CPIM പ്രവർത്തകരെന്നും കാസർഗോട്ട് ഈ വിഷയത്തിൽ സംസാരിക്കവേ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. ചെറുവത്തൂർ മടിക്കര ഒരു സ്ഥാനാർത്ഥി നടത്തിയിട്ടുള്ള മൊബൈൽ ഫോണിലൂടെയുള്ള മെസ്സേജുകൾ കേൾപ്പിക്കട്ടെ. അതിൽ പറയുന്നത് എന്താ? ഓടിവായേ, എല്ലാവരും വാ, പള്ളി ആക്രമിക്കാൻ മാർക്സിസ്റ്റുകാരെല്ലാം ഒത്തുകൂടിയിട്ടുണ്ടേ. അതുപോലെ ഒന്നാണ് ഇത്. അതുകൊണ്ട് അതുപോലെയുള്ളത് വലിയ പ്രത്യാഘാത സമൂഹത്തിനുണ്ടാക്കും. മതത്തെ ദുരുപയോഗിക്കാൻ പാടില്ല. മടിക്കര നിങ്ങൾക്ക് പോയാൽ കാണാൻ കഴിയും, ഒരു പള്ളി ആക്രമിക്കപ്പെട്ടിട്ടില്ല. പള്ളി ആക്രമിക്കാൻ മാർക്സിസ്റ്റുകാർ പോയിട്ടുമില്ല. മാർക്സിസ്റ്റുകാർ പോയത് പള്ളി സംരക്ഷിക്കാനാണ്. വിവാദ സന്ദേശത്തിൽ ചന്ദേര പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രധാനപ്പെട്ട ഒരു നേതാവിൽ നിന്ന് തന്നെ ഇത്തരമൊരു സന്ദേശമുണ്ടായതിൽ കടുത്ത അതൃപ്തിയിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. ഇവർക്കെതിരെ പാർട്ടി തലത്തിൽ നടപടിയുണ്ടായേക്കാമെന്നും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.